വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നമുക്ക് എല്ലാവർക്കും ഹൊറർ മൂവീസ് വളരെ ഇഷ്ടമാണ്. എങ്കിൽ കൂടി അത് കാണാൻ എല്ലാവർക്കും പേടിയാണ് താനും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ മലയാളത്തിലെ ഏറ്റവും ഹൊറർ ആയിട്ടുള്ള മൂവീസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 ആകാശഗംഗ. വിനയൻ സംവിധാനം ചെയ്ത് 1999 പുറത്തിറങ്ങിയ ഹൊറർ മലയാള ചലച്ചിത്രമാണ് ആകാശഗംഗ. മാണിക്യശ്ശേരി കുടുംബത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെടുന്ന അവിടുത്തെ ദാസിയായ ഗംഗ എന്ന പെൺകുട്ടി യക്ഷിയായി പരിണമിക്കുന്നതും അവരുടെ പക തലമുറകളായി ഈ കുടുംബത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ കഥ. നമ്പർ 9 ഭാർഗവി നിലയം. മലയാളത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ പ്രേതകഥയായിരുന്നു ഭാർഗവി നിലയം. നീലവെളിച്ചത്തിന്റെ കഥ വികസിപ്പിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തിരക്കഥയെ ആശ്രയിച്ചിട്ടുള്ള ഭാർഗവി നിലയം എന്ന മലയാള ചലച്ചിത്രം ഇറങ്ങിയത് 1964 സംവിധായകൻ എ വിൻസെന്റിന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത്. നമ്പർ 8 ലിസ. 1978 ബേബി സംവിധാനം ചെയ്ത് ധന്യ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച മലയാളം ഹൊറർ ചിത്രമാണ് ലിസ. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സംഗീത ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1988 ഹിന്ദിയിൽ വോ ഫിഫർ ആയോഗി എന്ന പേരിൽ ഇത് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. നമ്പർ 7 എസ്ര. ജയ്കയുടെ സംവിധാനത്തിൽ 2017 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് എസ്ര. പൃഥ്വിരാജ്, പ്രിയ ആനന്ദ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചലച്ചിത്രം ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ്. ദി പ്രൊസഷൻ എന്ന ഹോളിവുഡ് ചലച്ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുക്കിയ ചിത്രമാണിത്. നമ്പർ 6 ദേവദൂതൻ. സിബി മലയിൽ സംവിധാനം ചെയ്ത് രഘുനാഥ് പാലേരി എഴുതി കോക്കസ് ഫിലിംസിലൂടെ സിയാദ് കോക്കർ നിർമ്മിച്ച 2000 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള റൊമാൻറ്റിക് ഹൊറർ ചിത്രമാണ് ദേവദൂതൻ. പ്രണയത്തെ ഇത്രമേൽ ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു സിനിമ കൂടിയാണ് ഇത്. നമ്പർ 5 അനന്തഭദ്രം. സുനിൽ പരമേശ്വരന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത 2005 ഇന്ത്യൻ മലയാളം റൊമാൻറ്റിക് ഡാർക്ക് ഫാന്റസി ഹൊറർ ചിത്രമാണ് അനന്തഭദ്രം. ഇതിലെ കഥ എന്ന് പറയുന്നത് പ്രേതങ്ങൾ, ആത്മാക്കൾ, ബ്ലാക്ക് മാജിക് എന്നിവയെ കുറിച്ചാണ്. നമ്പർ 4 ബ്രഹ്മയുഗം. 2024 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം നാടോടി ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഇത്. കേരളത്തിലെ പവിത്രമായ നിഗൂഢത, പുരാണങ്ങൾ, നാടോടി കഥകൾ എന്നിവയുടെ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത്. നമ്പർ 3 വിന്റർ. 2009 പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നെങ്കിലും പിന്നീട് ചിത്രം ഒരു ആരാധനാപാത്രമായി മാറുകയായിരുന്നു. 2012 പുറത്തിറങ്ങിയ ഭയം ഭയം എന്ന പേരിൽ തമിഴിലും ഇത് ഡബ് ചെയ്യപ്പെട്ടിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ ഒരു ഗ്രാമത്തിൽ തട്ടിക്കൊണ്ടുപോയി കഴുത്തെറുത്തു കൊല്ലുന്ന നിരവധി കുട്ടികളെയാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. നമ്പർ 2 ഭൂതകാലം. ഷെയ്ൻ നിഗവും രേവതിയും അഭിനയിച്ച് 2022 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ഹൊറർ ചിത്രമാണ് ഭൂതകാലം. കാഴ്ചക്കാരെ അവസാനം വരെ പിടിച്ചിരുത്തി സിനിമ മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു വൃത്തിയുള്ള ത്രില്ലറാണ് ഈ ചിത്രം. നമ്പർ 1 മണിച്ചിത്രത്താഴ്. 1993 ഫാസിൽ സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഇത്. മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെടുന്ന മുട്ടം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആലംമുട്ടിൽ തറവാട്ടിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൽ നിന്നാണ് കഥ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.